ഉയരം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു ബുർജ് ഖലീഫ. ആ ചരിത്രം ഇനി മായാൻ പോവുകയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരമെന്ന ഖ്യാതി ജിദ്ദയിലെ ബുർജ് ജിദ്ദക്കായിരിക്കും. അതിൻ്റെ നിർമ്മാണത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും വഴികളിലൂടെയാണ് ഇനി. ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ദുബൈയിലെ ബുർജ് ഖലീഫയാണ്. ഉയരം 828 മീറ്റർ. എന്നാൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമെന്ന സ്ഥാനം ഇനി ബുർജ് ഖലീഫയ്ക്കില്ല. ഇനി അത് സൗദിയിലെ ചെങ്കടൽ തീരത്ത് പൊങ്ങുന്ന ബുർജ് ജിദ്ദക്കാണ്. നീളം 1 കിലോമീറ്റർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനാഢ്യരിൽ ഒരാളായ വലീദ് ബിൻ തലാലിൻ്റെതാണ് ബുർജ് ജിദ്ദ എന്ന ജിദ്ദ ടവർ. അദ്ദേഹത്തിൻ്റെ ജിദ്ദ എക്കണോമിക് കമ്പനിയാണ് ജിദ്ദ ടവറിൻ്റെ ഉടമസ്ഥർ. തലാലിൻ്റെ കിങ്ഡം ഹോൾഡിങ്ങിൻ്റെ അനുബന്ധ സ്ഥാപനമാണ് ജിദ്ദ എക്കണോമിക് കമ്പനി. 2013 ഏപ്രിൽ 1 ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമെന്ന ലക്ഷ്യം വെച്ച് ജിദ്ദ ടവർ പദ്ധതിക്ക് തുടക്കമിട്ടത്. എന്നാൽ 2018 പാതി വഴിയിൽ വിവിധ കാരണങ്ങളാൽ പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ വിവിധ ചർച്ചകൾക്കൊടുവിൽ പുതിയ കരാർ. പദ്ധതിയുടെ പ്രധാന വിവരങ്ങൾ ഇങ്ങനെ ചുരുക്കി പറയാം. ബുർജ് ജിദ്ദ അഥവാ ജിദ്ദ ടവർ എന്നാണ് പേര്. ഉയരം 1 കിലോമീറ്റർ. ആകെ 167 നിലകൾ. നിലവിൽ പൂർത്തിയാക്കിയത് 67 നിലകളാണ്. നിർമ്മാണത്തിനായി അനുവദിച്ചത് 800 കോടി റിയാൽ. നിർമ്മാണ കമ്പനി സൗദിയിലെ ബിൻ ലാദൻ ഗ്രൂപ്പാണ്. നിർമ്മാണം 42 മാസങ്ങൾ കൊണ്ട് അഥവാ 3.5 വർഷം കൊണ്ട് 2028 പൂർത്തിയാകും. 4 സീസണിൻ്റെ ഹോട്ടൽ മുറികളും അപ്പാർട്ട്മെൻറ്റും റെസ്റ്റോറൻറ്റും 157 നിലയിൽ വ്യൂ പോയിന്റുകളും മാളുകളുമെല്ലാം ഇവിടെയുണ്ടാകും. മരുഭൂമിയിൽ മുളച്ചു പൊങ്ങുന്ന ചെടിയുടെ നാമ്പ് പോലെയാണ് ഡിസൈൻ. US ആസ്ഥാനമായ CBRE ഗ്രൂപ്പിനാണ് നിലവിൽ ഹോട്ടൽ നടത്തിപ്പിനുള്ള കരാർ. സൗദിയിലെ ബിൻ ലാദൻ ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല. 800 കോടി റിയാലാണ് പ്രതീക്ഷിക്കുന്ന ചിലവ്. ഇതിൽ 710 കോടി റിയാലിന് കമ്പനി അനുമതി നൽകിയിട്ടുണ്ട്. നിർമ്മാണ തുക ഘട്ടം ഘട്ടമായി ബിൻ ലാദൻ ഗ്രൂപ്പിന് കൈമാറും. ബാക്കി വരുന്ന തുകകൾ ബാങ്കുകളിൽ നിന്നും വായ്പയായി നൽകും. $30 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഒരു നഗര കേന്ദ്രമായി ഇതിനെ മാറ്റും. നിലവിൽ റിയാദിലുള്ള കിങ്ഡം ടവറും വലീദ് ബിൻ തലാലിൻ്റെതാണ്. ഇദ്ദേഹത്തിൻ്റെ പല സംരംഭങ്ങളിലും നിലവിൽ സർക്കാരിനും പങ്കാളിത്തമുണ്ട്. സൗദിയിലെ വിമാന കമ്പനിയായ ഫ്ലൈനാസ് ഉൾപ്പെടെ പല കമ്പനികളിലും വലീദ് ബിൻ തലാലിന് ഓഹരികളുണ്ട്. ജിദ്ദയിലെ ടവറും സൗദി ഭരണകൂടത്തിൻ്റെ മേൽനോട്ടത്തിലാകും പൂർത്തിയാക്കുക. 157 നിലകളായിരിക്കും ജിദ്ദ ടവറിനുണ്ടാവുക. ഇതിൻ്റെ 67 നിലകൾ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ 28ാം നിലയിൽ വെച്ചായിരുന്നു നിർമ്മാണത്തിന് വീണ്ടും തുടക്കം കുറിച്ചത്. العمل ابتدأ من اليوم، وحسب بيان صاحب عندكم هو 3 سنين ونص ان شاء الله يكون خلص المشروع. بن لادن الان مسؤول، وان شاء الله عنده مقاولين الباطن كثير. بطبيعه الحال نحن مشروع مثل هذا عندنا بنك وبنوك متعامل معها من السابق، والان بعد توقيع العقد لا شك من الثقه ستزيد بانهاء المشروع خلال 3 سنين ونص. بطبيعه الحال كثير من البنوك يعني اتصال معنا مباشر للاشتراك وتمويل مش فقط بناء البرج، انما ايضا بناء البنيه، ايضا تمويل انهاء القسم الاول من المشروع اللي هو مساحته 1,300,000 متر مربع من مجموع 5,300,000. طبعا بعد 1,300,000 في 4 مليون متر مربع سوف تكون في مشاريع لاحقه ستنفذ بعد انتهاء المشروع. ജിദ്ദയിലെ നോർത്ത് അബുഹൂർ മേഖലയിലാണ് നിർമ്മാണം. നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ദുബൈയിലെ ബുർജ് ഖലീഫയാണ്.
രണ്ടാമത് ചൈനയിലെ സുസ്ഹു, ഉയരം 729 മീറ്റർ. മൂന്നാമത് ജക്കാർത്തയിലെ സിഗ്നേച്ചർ ടവർ, ഉയരം 638 മീറ്റർ. നാലാമത് ഷാങ്ഹായ് ടവറാണ്, ഉയരം 632 മീറ്റർ. അഞ്ചാമത് മക്കയിലെ ക്ലോക്ക് ടവർ, ഉയരം 601 മീറ്റർ. മക്ക പ്രവിശ്യയിൽ തന്നെ പെട്ട ജിദ്ദ നഗരത്തിലാണ് മഴമേഘങ്ങളെ വകഞ്ഞ് പുതിയ ടവർ ഉയരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതോടെ കിങ്ഡം ഹോൾഡിംഗ് കമ്പനിയുടെ ഓഹരി മൂല്യം കുതിച്ചുയർന്നിട്ടുണ്ട്. 2.5 വർഷത്തിനിടയിലെ ഉയർന്ന നിലയിലേക്കാണ് ഓഹരി മൂല്യം ഉയർന്നത്. പ്രഖ്യാപന ദിവസം 10.74 റിയാലായിരുന്നു ഓഹരി മൂല്യം. ഇതിൻ്റെ 33 ലക്ഷം ഓഹരികൾ ഇതുവരെ ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവഴി 10% അധിക വളർച്ച കമ്പനിക്കുണ്ടായി. 2.5 വർഷത്തിനുള്ളിലെ കമ്പനിയുടെ ഉയർന്ന നേട്ടമാണിത്. ജിദ്ദ ടവറിന്റെ ഭാഗമായുള്ള കുടിവെള്ള ലൈനുകൾ, മാലിന്യ സംസ്കരണ പദ്ധതി, വെള്ളപ്പൊക്കം ഒഴിവാക്കാനുള്ള സംവിധാനം എന്നിവ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. 7 വർഷത്തിന് ശേഷം ബിൻലാദൻ ഗ്രൂപ്പിന് ലഭിക്കുന്ന ഏറ്റവും വലിയ കരാറാണിത്. 1931 സ്ഥാപിതമായ ബിൻലാദൻ ഗ്രൂപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികളിൽ ഒന്നായിരുന്നു. മക്കയിലെ ക്രെയിൻ അപകടവും വിവിധ കേസുകളും ഗ്രൂപ്പിന് വൻ ബാധ്യതയുണ്ടാക്കി. നിലവിൽ സൗദി ഭരണകൂടത്തിനാണ് ഗ്രൂപ്പിന്റെ 36% ഓഹരി. കമ്പനിയുടെ ചെയർമാൻ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നതും സൗദി ധനകാര്യ മന്ത്രാലയത്തിലേക്കാണ്. ഈ ഓഹരി കൈമാറ്റത്തിന് ശേഷം ഗ്രൂപ്പിന് ലഭിക്കുന്ന ഏറ്റവും വലിയ കരാറാണ് ജിദ്ദ ടവറിൻ്റേത്. ടവർ ഉയരുമ്പോൾ ബിൻലാദൻ ഗ്രൂപ്പിനും അത് ഉണർവായി മാറും. ലോകത്തെ ആകർഷിക്കാനുള്ളതെല്ലാം ഒരുക്കുകയാണ് സൗദി അറേബ്യ. മക്ക മദീനകളിൽ എത്തുന്നവർക്ക് എളുപ്പത്തിലെത്താവുന്ന നഗരമാണ് ജിദ്ദ. ചെങ്കടൽ തീരം, അതിൻ്റെ തീരത്താണ് ചെങ്കടൽ പദ്ധതിയും നിയമവുമെല്ലാം ഒരുങ്ങുന്നത്. പ്രവാസികളുടെ പ്രിയപ്പെട്ട മണ്ണുകൂടിയാണ് ജിദ്ദ. അവിടെ അവർക്ക് കൂടി അവസരങ്ങൾ സൃഷ്ടിച്ച് വളർന്നുയരും ജിദ്ദ ടവർ. കാത്തിരിക്കാം ഇനി അതിൻ്റെ കാഴ്ചകളിലേക്ക്.